വമ്പൻ പോളിംഗ് ആണ്. 80% പോളിംഗ് നടത്തിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഇനിയിപ്പോൾ എന്താണ് ഒരു സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ട്രെൻഡ് മാറ്റം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പ്രിയൻ, അതെ, ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കഴിഞ്ഞ തവണ, അതായത് 2021 ആ, ഏതാണ്ട് 76%, 75-76% അതെ. പോളിംഗ്. അപ്പോൾ ഇത്തവണ 80, 82, 83 റേറ്റിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും അവസാന ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്ഡേറ്റ് വന്നത് 5 മണിക്കാണ്. ആ, 5 മണിക്കുള്ള അപ്ഡേറ്റ് വന്നപ്പോൾ 75% പോളിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 75% പേര് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു മൊത്തം വോട്ടർമാരുടെ. അപ്പോൾ അത് കഴിഞ്ഞ് 6 മണി കഴിഞ്ഞിട്ടും പോളിങ്ങിന് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് അവർ കൂപ്പൺ ഇഷ്യൂ ചെയ്ത് ആ പോളിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല ഇതുവരെ. ഏതായാലും ഒരു 82-83% അല്ലെങ്കിൽ 85% വരെ കൂട്ടാം പോളിംഗ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ ഞാൻ ഒരു പൊതുവെ ഈ പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണത്തെ പോളിങ്ങിനേക്കാളും കൂടുതലാണ് ഇത്തവണത്തെ പോളിംഗ്. 2-3 അല്ലെങ്കിൽ 4% കൂടുതലുണ്ട് എന്ന് വെച്ചാൽ പീപ്പിൾ ആർ വോട്ടിംഗ് ഫോർ എ ചേഞ്ച്. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യണേ എന്ന് പറയാം. കാരണം വോട്ടിംഗ് ഔട്ടാണത്. ഈ വോട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ഗവൺമെൻറ്റിനോടുള്ള അതിനെന്താ പറയണ അമർഷം, അതല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം, അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ പോളിംഗ് ബൂത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വോട്ട് ഔട്ട് ചെയ്യാം. ഇപ്പോൾ സാറിന് വോട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഇതൊന്നും കാണുമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാനിപ്പോൾ കണ്ടത് പലപ്പോഴും TV ചാനലിൽ എല്ലാത്തിലും നോക്കിയപ്പോൾ ഈ മുസ്ലിം സ്ത്രീകളുടെ വൻ നിര ക്യൂവിൽ കണ്ടു. ഈ ചാക്കിങ്ങട്ടൊക്കെ കെട്ടി മുഖമൊക്കെ മുടി കെട്ടിയിട്ട്. അതിൽ നിന്ന് ഞാൻ അനുമാനിക്കുന്ന ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട് UDF. കാരണം ജമാഅത്തെ ഇസ്ലാമിയും SDPIക്ക് അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ മറ്റേ ജമാഅത്തെ ഇസ്ലാമി അവരുടെ അലയാണെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ SDPI തരത്തിനൊത്തോണം BJP തോപ്പിക്കുക എന്നുള്ളതിന് അവർ CPM-നോ ഈ എന്താ പറയുന്ന UDF-നോ ഒരു തരം പോലെ വോട്ട് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഭരണവിരുദ്ധ തരംഗം നന്നായിട്ടുണ്ട്. അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപന വേളയിൽ. പക്ഷേ അതൊരു അന്തിമ വാക്കായിട്ട് എടുക്കരുത്. അങ്ങനെ പോളിംഗ് ശതമാനം കൂടിയിട്ട് ഈ നിലവിലുള്ള ഭരണകൂടം എന്താ പറയുക തിരിച്ചു വന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ 2021 ഇലക്ഷനിൽ പിണറായി വിജയൻ ഇത് മറ്റേ ഇലക്ഷൻ വന്നപ്പോൾ ആൾക്കാർ കൂടുതൽ പേര് വോട്ട് ചെയ്തു. 76% പേര് വോട്ട് ചെയ്തു. പിണറായി തിരിച്ച് അധികാരത്തിൽ വന്നു. 2016 കൂടുതലായിരുന്നു അതെ വോട്ട് ചെയ്തത്. അപ്പോൾ അതൊരു വോട്ടിംഗ് ഔട്ടാണോ വോട്ടിംഗ് ഇന്നാണോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. എന്താണെങ്കിലും ഇതെല്ലാം ആൾക്കാർ തീരുമാനിച്ചുറച്ചതാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ കേരളത്തിലെ ജനങ്ങൾ ഈ വോട്ടിംഗ് രഹസ്യം അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നമുക്ക് പിന്നെ പൊതുവേ ഉള്ളൊരു പാറ്റേൺ, ആൾക്കാരുടെ പെരുമാറ്റവും ഇതെല്ലാം കണ്ടിട്ട് ബോഡി ലാംഗ്വേജ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ന്യൂനപക്ഷം മുസ്ലിംസ് മൊത്തം UDF-ൻ്റെ പുറകെ കൺസോളിഡേറ്റഡ് ആയിട്ട് വോട്ട് ചെയ്യും. ക്രിസ്ത്യൻസിൽ നല്ലൊരു ശതമാനവും, പിന്നെ അവരുടെ ഏറ്റവും വലിയ ഇടയന്മാർ കുഞ്ഞാടുകളോട് പറഞ്ഞിട്ടുണ്ട് UDF-ന് വോട്ട് ചെയ്യണമെന്ന്. ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഹിന്ദുക്കൾ പിന്നെ മറ്റേ BJPക്ക് വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷെ നല്ല കുറേ കാൻഡിഡേറ്റ്സിനെ BJP നിർത്തിയിട്ടുണ്ട്. അവരൊക്കെ ജയിച്ചു വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം. രാജീവ് ചന്ദ്രശേഖരോ ശ്രീലേഖയോ അതല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, പൂഞ്ഞാറ് ജോർജ്, ഷോൺ ജോർജ്, ദെൻ ഈ പറഞ്ഞ പോലെ 2020-യുടെയൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ ആതിര നായർ, അമർ, അദ്ദേഹത്തിൻ്റെ പേര് അഖിൽ മാരാർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നോർത്തിൽ സുരേന്ദ്രനുണ്ട്, കൃഷ്ണദാസ് ഉണ്ട്, സൗത്തിൽ പാറശാൽ എവിടെ കാട്ടാക്കടയിലൊക്കെ. അവരൊക്കെ ജയിച്ചു വരണമെന്ന് ആരും ആഗ്രഹിച്ചു പോകും. കാരണം മൊത്തം വലിയ ഇമേജ്, വളരെ നല്ല ക്ലീൻ ഇമേജുള്ള ആൾക്കാരാണ്. UDF-ലെ ആൾക്കാരെ പറ്റി അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പിന്നെ ഞാൻ കണ്ടത് മുഖ്യമന്ത്രി പറയണ കഴിഞ്ഞ തവണത്തേക്കായും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിന് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ട് കഴിഞ്ഞിട്ട്. ഞാൻ 2-3 തവണ എനിക്ക് തോന്നി അദ്ദേഹം ഈ ലോകത്ത് തന്നെയാണോ ജീവിക്കണേന്ന്.
സതീശന് ഒരു കുറവില്ല. സതീശൻ വാശിയിലാണ് പറയുന്നത് 100-ലധികം സീറ്റ് കിട്ടുന്ന പറയുന്നത്. 100-ലധികം സീറ്റ് കിട്ടുന്ന പിണറായിയും പറഞ്ഞു ഇതിൽ കൂടുതൽ എന്ത് കിട്ടാൻ. അതൊരു അതിമോഹമാണ്. ഈ 90 സീറ്റിന് മുകളിൽ 99 സീറ്റോ കഴിഞ്ഞ കിട്ടിയ അതിലും കൂടുതലൊക്കെ ആഗ്രഹിക്കാമെന്നാണ് അതിമോഹമാണ്. വേണം ഭൂരിപക്ഷം, ഒരു വർക്കിംഗ് എന്ന മെജോറിറ്റി വേണം. അല്ലാണ്ട് ഇവിടെ 2/3 പ്രശ്നം ഉദിക്കണില്ലല്ലോ ഇവിടെ സ്റ്റേറ്റ് അല്ലേ. അല്ല സാർ, പക്ഷെ ഞാനൊരു കാര്യം ഞാൻ ആലോചിച്ചത്, അതായത് സംസ്ഥാനത്ത് ഈ ഇലക്ഷൻ പാറ്റേൺ ഇപ്പോൾ നിയമസഭയിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കുണ്ടായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലുണ്ടായ ട്രെൻഡേ അല്ല ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ രീതി അല്ലായിരുന്നു പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു ഇപ്പോൾ ഉണ്ടായ വോട്ടിംഗ് പാറ്റേൺ. പ്രിയൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റുവേഷൻ എന്തായിരുന്നു? കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമല്ലേ CPM ജയിച്ചുള്ളൂ. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു ഇടതുപക്ഷ ചായ്വ് ഉണ്ടാവാറുണ്ട്. അവിടെ സംഭവിക്കാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള ഇടപെടൽ, പ്രാദേശിക രാഷ്ട്രീയം, ഇവർക്കൊരു കേഡർ സംവിധാനവും ഈ ബ്രാഞ്ച് തലത്തിലൊക്കെയുള്ള പ്രവർത്തനവും വെച്ചിട്ട് പലയിടങ്ങളിലും ജനങ്ങളിൽ ഇത്തിരി ആഴത്തിൽ ബന്ധം ഉണ്ടായിരിക്കും. ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഈ പറയുന്ന ചുമട്ടുതൊഴിലാളി, അതുപോലുള്ള യൂണിയനുകൾ, ഈ പ്രവർത്തനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ആഴത്തിൽ ബന്ധമുണ്ടായിരിക്കും. അത് ഈ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതലും വോട്ടുകൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്നത്. പക്ഷേ ഇത്തവണ അതിൻ്റെ ട്രെൻഡിൽ ചെറിയൊരു മാറ്റം വന്നു. എല്ലാം കൂടെ തൂത്തുവാരി കൊണ്ടുപോകാനൊന്നും CPM പറ്റിയില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പറ്റിയില്ല. കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അവിടെ ഉണ്ടായിരുന്നു, ഒരു നിലനിൽക്കാനുള്ള ഒരു വശം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കോൺഗ്രസിനൊരു വലിയ മേൽക്കൈ ഉണ്ടായില്ല എന്ന് പറയുന്നത് ഒരു ട്രെൻഡിന് ഒരു ചേഞ്ചിങ് ഉണ്ടായിരുന്നു, ഒരു പാറ്റേണിൻ്റെ വ്യത്യാസം വന്നു എന്നുള്ളതാണ്. ആ വ്യത്യാസം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുകയും ഇടതുപക്ഷത്തിന് നേരിയ സാധ്യത കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ UDFന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ. കുറച്ചുകൂടി ഒന്ന് പുറകോട്ട് പോയി നോക്കിയ പ്രിയൻ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിൽ LDFന് എന്തെങ്കിലും ഇത് കിട്ടിയോ? ശബരിമലയുടെ റിപ്പർക്കഷൻസ് കാരണം CPMന് വലിയ നേട്ടമൊന്നും ഉണ്ടാവാൻ പറ്റില്ലല്ലോ. അവർ കണ്ടവാനും പേര്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആദ്യത്തെ ഇടതുപക്ഷ സർക്കാരിന് മറ്റേ സ്വർണ്ണക്കടത്തിൻ്റെ വിമർശനമാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ സർക്കാരിന് ശബരിമല സ്വർണം തന്നെയാണ് അപ്പോഴും രണ്ട് സമയത്തും ഉള്ളത്. ആ സമയത്ത് ഇവർ നവോത്ഥാന നായകരാവാൻ വേണ്ടിയിട്ട് 2019 ശബരിമലയിൽ സ്ത്രീകളെയും കയറ്റി ആ സമയത്ത്. എന്നിട്ടും 2019 സാറ് പറഞ്ഞതുപോലെ തന്നെ 2019 വലിയ വിരുദ്ധ വികാരമൊന്നും ഉണ്ടായില്ല LDFന്. 2019 എത്ര സീറ്റ് കിട്ടി അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്? അല്ല, 2019 2021. 2021 തൊട്ട് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്നു. അതിനകത്ത് LDF തൂത്തുവാരിയൊന്നുമില്ല, ഏതാണ്ട് കട്ട നിൽക്കാന്ന് പറയും തിരുവനന്തപുരം ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് നിന്നുവെങ്കിലും 2021 പിന്നെയും LDF വന്നു. അതെ, പക്ഷെ ഇവിടെ ഇപ്പോ ഇഞ്ചോടിഞ്ചല്ലായിരുന്നു ഈ പറയുന്ന LDFനും UDFനും ഒരു സമമായിട്ടുള്ള അവസ്ഥ. പക്ഷെ BJPക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാനവും ഉണ്ടായിരുന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്നാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3 പേർക്കും അവരവരുടേതായ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റിയെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ഏതെങ്കിലും BJP കാൻഡിഡേറ്റ്സ് ജയിച്ചിട്ടുണ്ടോ? ഇല്ല, ജില്ലാ പഞ്ചായത്ത് ഇല്ല. പക്ഷേ തിരുവനന്തപുരം നഗരസഭ പ്രധാനമാണ്. അത് ശരിയാണ്. പഞ്ചായത്തുകളും അത് മാത്രം ഒരു ഇൻഡിക്കേറ്ററായിട്ട് എടുക്കാൻ പറ്റുമോ നമുക്ക്? തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ഇൻഡിക്കേറ്ററായിട്ട് എടുക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറയാം, ഞാൻ പ്രിയൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. കാരണം മാസങ്ങളോളം വിദേശത്തായിരുന്ന നമ്മുടെ സുജാതൻ ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ ഞാൻ സുജാതനായിട്ട് സംസാരിച്ചു. അപ്പോൾ സുജാതൻ പറഞ്ഞു, ഇവിടെ വന്നെല്ലാം സുജാതൻ നന്നായിട്ട് പഠിക്കുമല്ലോ ഈ വിഷയം. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ UDFന് വ്യക്തമായ ഒരു മേൽക്കൈയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ലൊരു വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും അതും ഇതുമെല്ലാം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സുജാതൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അഭിപ്രായ സർവേകളോ അതും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണിത്. കാരണം LDF നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ ആ ദൂരം അവർ UDFുമായിട്ട് ഇല്ലാതാക്കി. അഥവാ UDF ജയിക്കുകയാണെങ്കിൽ 1-2 സീറ്റിൻ്റെ
ഭൂരിപക്ഷത്തിനായിരിക്കും ജയിക്കുക. ഈ 100 സീറ്റ് 90 സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും നടക്കാൻ പോണില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ 2019 ലോക്സഭാ ഇലക്ഷനിലും 2024 ലോക്സഭാ ഇലക്ഷനിലും ന്യൂനപക്ഷ കൺസോളിഡേഷൻ കൊണ്ടാണ് കോൺഗ്രസും പിന്നെ അവരുടെ മുന്നണിയും ജയിച്ചത്. 2010 അത് കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പിണറായി വിജയൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിലെ ആൾക്കാർ എന്താ പറഞ്ഞു വരുത്തിയെന്നറിയാമോ? അവർ RSSുമായിട്ട് ഡീലുണ്ടാക്കി. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനൊരാളുണ്ട്, മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു എന്തോട്ട് പറഞ്ഞൊരു സ്വാമിയാർ, ഒരു മുസ്ലിം സ്വാമിയാർ ഇവിടെ ഒന്ന് ഡീലുണ്ടാക്കി കൊടുത്തു. ശ്രീയം. അപ്പം എനിക്ക് ഈ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. കാര്യം എനിക്ക് മാർക്സിസ്റ്റുകാരെ ഇഷ്ടമല്ല, പിണറായി വിജയനെ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ആദരവുണ്ട് പിണറായിയുടെ അടുത്ത്. പിണറായിയെ പോലെ ഗ്രൗണ്ട് സിറ്റുവേഷൻ നന്നായിട്ട് അറിയാവുന്നൊരു മനുഷ്യൻ പോയിട്ട് ഒരു സ്വാമിയാരുടെ അതല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ നേതാവിൻ്റെ, പ്രത്യേകിച്ച് ഹൈന്ദവതയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ നേതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡീലുണ്ടാക്കുന്ന പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അന്നും അതായത് 2021 ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ക്രൈസ്തവർ കുറേ പേര് BJPക്കും അല്ലെങ്കിൽ CPMന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതെ സാർ, പക്ഷേ ഇത്തവണ BJPക്ക് ക്രൈസ്തവ വോട്ട് കിട്ടിയേക്കാം. പക്ഷേ മുസ്ലിം വോട്ട് കോൺഗ്രസിന് കൺസോളിഡേറ്റ് ചെയ്താൽ പോലും നിലവിലെ സാഹചര്യത്തിൽ CPM അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. CPMന് അധികാരത്തിൽ വരാൻ ഞാനൊരു കാര്യം പറയാം. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മെയ് 4-ാം തീയതി പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പോൾ CPMന് വ്യക്തമായൊരു ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ, അതേ കോൺഗ്രസ്സിന് യുനാനിമസ് ആയിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ UDF പുറകിൽ നിന്ന് പിന്നെ പുറത്തു നിന്നുകൊണ്ട് CPMനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ അവരെ ഇവിടെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ പ്രിയ നീ കാണിക്കുന്ന ചീത്തയും പരസ്പരം പള്ളി വിളിക്കുന്നതൊക്കെ എന്താ പറയുന്നത് അത് ചെയ്യുന്നത്. അതല്ലാണ്ട് അവർ തമ്മിൽ എന്ത് വിരോധം? അവർ തമ്മിൽ എന്ന് തൊട്ടേ ഫ്രണ്ട്സാണ്. പറഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം പറയാണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ തുടങ്ങിയത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അവരുടെ ഇഷ്ടപ്രകാരമല്ലേ തുടങ്ങിയത്. അതപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അത് ഹിന്ദുക്കൾക്കുള്ളൊരു പണിയാണോ? തീർച്ചയായിട്ടും. അവരെന്തിനാ കൺസോളിഡേഷൻ? അവർക്ക് ഇനിയും കൂടുതൽ 10 വർഷം പുറത്തു നിന്നു. അവരുടെ ഒരു നേതാവ് പറഞ്ഞു കേട്ടില്ലായിരുന്നു, മറ്റേ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനുണ്ടെന്നുള്ളത് പറഞ്ഞു കേട്ടില്ലായിരുന്നു. ഉറപ്പായിട്ടും LDFും UDFും തമ്മിൽ ഒരു ഇന്ത്യ സഖ്യം തന്നെ ഉണ്ടാക്കി ഭരിക്കാനുള്ള സാധ്യതയാണ്. അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കഴിയണം 5 വർഷം കഴിയണം കാശ് ഈ ഷെയർ ചെയ്യേണ്ടി വരും പൈസ. പണ്ടത്തെ പോലെ എല്ലാ ഒരാൾക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ 2 പേർക്ക് മാത്രമായിട്ടോ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, CPMന് വാട്ട് ഹോൺസ് CPM? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMനെ നയിക്കാൻ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്ഥലത്ത് ഇപ്പം നിൽക്കണ MV ഗോവിന്ദനാണ്. ഇറ്റ്സ് എ യൂസ്ലെസ് ഫെലോ. അയാളെ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് പഞ്ചായത്ത് സെക്രട്ടറി വരെ ആക്കുമോ ആൾക്കാർ? അയാളൊരു ഡ്രിൽ മാഷാണ്, അയാൾക്ക് യാതൊരു വിവരമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്ന ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ആളിങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഈ നമ്മുടെ സന്ദേശ സിനിമയിലെ കുമാരപിള്ള സാറിനെ പോലെ. വേറെ ആരാ ഉള്ള CPMന് ഇപ്പം നേതാവായിട്ട്? രാജീവന്? അത് മറ്റേ ബ്രിട്ടാസ? അതല്ല ബേബിയോ? നല്ല കാര്യമായി. ഇപ്പോൾ CPMന് ഇപ്പം പിണറായി വിജയൻ കഴിഞ്ഞാൽ CPMന് വേറെ ആരും തൽക്കാലം ഇല്ല നേതൃത്വത്തേക്ക് ഉയർത്തിക്കാണാൻ. പിന്നെ ഉണ്ടാവും ചിന്താ ജെറോമിനെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ വേറെ ഒന്നുള്ളത്, വേറെ പറഞ്ഞു വരുമ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് കോൺഗ്രസും CPMായിട്ട് ഇനി ഒളിച്ച് ഉള്ള ഈ രഹസ്യ ബാന്ധവം എന്ന് പറയുകയും എന്തായാലും പറയുന്ന ഗാന്ധർവ വിവാഹം എന്നിട്ട് നമ്മുടെ പുരാതനത്തിൽ അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ ഷെയർ ദ ബെഡ് പബ്ലിക്കലി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അറിയാമല്ലോ അവർ കോൺഗ്രസ് തോളത്ത് കൈയിട്ടുണ്ടല്ലേ നടക്കണേ കേരളത്തിന് വെളിയിൽ. സോ ലെറ്റ് ദം ഡു ദാറ്റ് ഓപ്പൺലി. BJP ഒരു കൺസോളിഡേറ്റഡ് ഫോഴ്സ്, ഒരു ക്രിട്ടിക്കൽ മാസ് ഉള്ള ഫോഴ്സായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ BJPക്ക് ഒരു ചുരുങ്ങിയതൊരു 15 സീറ്റെങ്കിലും കിട്ടണം.
15 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വോയിസ് നിയമസഭയിലെത്തും. അവർക്കൊരു അംഗസംഖ്യ ഉണ്ടെങ്കിൽ അവർക്കൊരു വാക്കൗട്ട് നടത്തിയതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇവരതിന് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊന്നുണ്ട്, ഈ ഡീൽ എന്ന് പറയണേ ഇല്ലേ, CPM-ഉം കോൺഗ്രസും തമ്മിൽ ഡീലുണ്ട്, അവർ BJP ആയിട്ട് ഡീലുണ്ടെന്ന് ഇരു കൂട്ടർ ആരോപിക്കുന്നുണ്ടല്ലോ. അത് ഈ ചെന്നായ വരുന്നതെന്ന് പറഞ്ഞ് ചെന്നായ തന്നെ ആട്ടുകൂട്ടത്തെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ചെയ്യുന്ന പണിയില്ലേ, ക്രൈം വൂൾഫ് എന്ന് പറയും. അതാണ് ഇപ്പം നടക്കണം മുഴുവനും, അതല്ലാതെ ഒന്നുമില്ല. ഈ പിന്നൊന്ന്, UDF വൻ വിജയത്തോട് ജയിച്ചു കഴിഞ്ഞാൽ, LDF വൻ പരാജയം നേരിട്ടാൽ, പിണറായി വിജയൻ ധർമ്മടത്ത് ജയിക്കും. പക്ഷെ അദ്ദേഹത്തിന് രാജിവെച്ച് വീട്ടിലിരിക്കേണ്ടി വരും. കാരണം നിയമസഭയിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു പ്രതിപക്ഷ നേതാവാണെന്നുള്ള രീതിയിൽ. കാരണം 82-83 വയസ്സായി. അങ്ങേരെ ഈ സതീശനിട്ട് കൊത്തിപ്പറിക്കും. അയാളുള്ള അഗ്രസീവ്നെസ് മുഴുവൻ, അയാൾ ഒന്നാമത്തെ ഭയങ്കര കണ്ടാഗ്രസ് ക്യാരക്ടർ അയാൾ. അപ്പോൾ അയാൾ ഈ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുകയാണ്. നോക്കിക്കോ, ഈ പൊളിറ്റിക്കൽ എത്തിക്സ് ഒന്നും അവർക്ക് ബാധകമല്ലല്ലോ. അതുകൊണ്ട് പക്ഷേ ഈ എങ്ങനെയാണ് കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇവർ LDF-ന് മൃഗീയ പരാജയം നേരിടുമോ, UDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമോ, BJP ഒരു വലിയ ഫോഴ്സായിട്ട് എമർജ് ചെയ്യുമോ എന്നറിയണമെങ്കിൽ ഇനി മെയ് 4-ാം തീയതി വരെ കാത്തിരുന്നേ പറ്റുള്ളൂ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടിട്ട്. പക്ഷേ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഗെയിം. ആർക്ക് വേണമെങ്കിലും ജയിക്കാം, LDF-നോ അല്ലെങ്കിൽ UDF-നോ ജയിക്കാം എന്നുള്ള സിറ്റുവേഷനാണ് ഇത്തവണ. ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്യാനായിട്ട് നിരന്ന് നിൽക്കണേ. പ്രത്യേകിച്ച് ചാക്കും കെട്ടിക്കൊണ്ട് വരുന്ന വനിതകൾ ഉൾപ്പെടെ. ഭയങ്കര ഇറ്റ്സ് എ റയർ സൈറ്റ്, അത് വളരെ അപൂർവമായിട്ടൊരു കാഴ്ചയാണത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവേണ്ട കൺസോളിഡേഷനാണ്, ന്യൂനപക്ഷ കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. അതിൽ ജയിക്കുകയാണെങ്കിൽ UDF-നെയാണ് അത് അനുകൂലമായിട്ട് ബാധിക്കുക. CPM ഈസ് ഇൻ ഫോർ ട്രബിൾ. അങ്ങനെ വരലേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ അധികം ഉപദ്രവിക്കാത്തവർ CPM-ആണ്. അവർ തെറ്റ് മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാതിരിക്കാനും ഹൈന്ദവരെ ഉപദ്രവിക്കാതിരിക്കാനും ശ്രമിച്ചാൽ അവർക്ക് കൊള്ളാം. കോൺഗ്രസ്സിന് പറ്റില്ല. സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി മതേതര കക്ഷിയാണെന്ന്.